ഇനി നെക്സ്റ്റ് നമുക്കതിൽ പറയാനുള്ളത് ഡിസ്കസ് ദി എസെൻഷ്യൽ എലമെന്റ്സ് റിക്വയർഡ് ഫോർ ദ ഫോർമേഷൻ ഓഫ് എ വാലിഡ് കോൺട്രാക്ട് അണ്ടർ ദ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872 ആണ്. അപ്പോൾ ഒരു ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു കോൺട്രാക്ട് നമുക്ക് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള എസെൻഷ്യൽ എലമെന്റ്സുകൾ എന്തൊക്കെയാണ് എസെൻഷ്യൽ എലമെന്റ്സ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഈ കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കോൺട്രാക്ട് ഈസ് ആൻ എഗ്രിമെന്റ് ദാറ്റ് ക്യാൻ ബി എൻഫോഴ്സ്ഡ് ബൈ ലോ പ്രകാരം എൻഫോഴ്സ് ചെയ്തിട്ടുള്ള ഒരു എഗ്രിമെന്റ്സിനെയാണ് നമ്മൾ കോൺട്രാക്ട്സ് എന്ന് പറയാറുള്ളത്, അല്ലെ? ആൻഡ് ഫോർ ആൻ എഗ്രിമെന്റ് ടു ബി ബിക്കം വാലിഡ് കോൺട്രാക്ട് ദ ഫോളോയിങ് എലമെന്റ് മസ്റ്റ് ബി പ്രസന്റ്. ഇപ്പോൾ ഒരു എഗ്രിമെന്റ് നമുക്കൊരു വാലിഡ് കോൺട്രാക്ട്സ് ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ചില എസെൻഷ്യൽ ആയിട്ടുള്ള എലമെന്റ്സുകൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ പറയുന്നുണ്ട് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് ആണ്. വൺ പാർട്ടി മസ്റ്റ് മേക്ക് ആൻ ഓഫർ ആൻഡ് അതർ പാർട്ടി മസ്റ്റ് അക്സെപ്റ്റ് ഇറ്റ് അൺകണ്ടീഷണലി. അപ്പൊ അവിടെ എന്തുണ്ടായിരിക്കും? ഒരു ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് ഉണ്ടായിരിക്കും. ഒരു പേഴ്സൺ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഓഫർ വെക്കുന്നുണ്ട് ആൻഡ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് കാര്യങ്ങൾ പറയുന്നുണ്ട്. ദെൻ ഇന്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻ ആണ്. അതായത് ദ പാർട്ടീസ് മസ്റ്റ് ഇന്റന്റ് ടു ക്രിയേറ്റ് ലീഗലി ബൈൻഡിങ് എഗ്രിമെന്റ്. അപ്പൊ അവരെന്താണ്? ഒരു എഗ്രിമെന്റ് അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ലീഗലി ബൈൻഡ് ചെയ്തിരിക്കണം. സോഷ്യൽ ഓർ ഫാമിലി എഗ്രിമെന്റ് ആർ ജനറലി നോട്ട് കോൺട്രാക്ട്. അപ്പൊ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോട് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സുമായിട്ട് ഒരു കോൺട്രാക്ട് അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റ് വെക്കുകയാണെങ്കിൽ അത് മേ ബി ഒരു ലീഗൽ കോൺട്രാക്റ്റ് ആയിട്ട് മാറണമെന്നില്ല, അല്ലെ? പക്ഷെ അല്ലാത്ത പക്ഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ലീഗലി അത് ബ്ലെൻഡ് ചെയ്തിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് ലോഫുൾ കൺസിഡറേഷൻ ആണ്. ദർ മസ്റ്റ് ബി സംതിങ് ഗിവൻ ഇൻ റിട്ടേൺ. അവിടെ ഒരു കൺസിഡറേഷൻ ഉണ്ടായിരിക്കും. ആൻഡ് ആ ഒരു കൺസിഡറേഷൻ എന്ന് പറയുന്നത് മസ്റ്റ് ബി ലീഗൽ ആൻഡ് റിയൽ. ഒരു കൺസിഡറേഷൻ എന്ന് പറയുന്നത് ലീഗൽ ആൻഡ് റിയൽ ആയിരിക്കണം. ഇപ്പോൾ എ പറയുന്ന ഒരാള് ബി പറയുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാണ്? 10 ലക്ഷം രൂപയ്ക്ക് അയാളുടെ വാഹനം സെൽ ചെയ്യാണ്, അല്ലെ? അപ്പൊ അവിടെ ആ ഒരു 10 lakh എന്ന് പറയുന്ന ഒരു കൺസിഡറേഷൻ ആണ്. അപ്പൊ അങ്ങനെ ഒരു ലോഫുൾ ആയുള്ളൊരു ലീഗൽ ആൻഡ് റിയൽ ആയുള്ള ഒരു കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. ദെൻ കപ്പാസിറ്റി ടു കോൺട്രാക്ട്സ് ആണ്. പാർട്ടീസ് മസ്റ്റ് ബി 18 years or older, of unsound mind and legally competent. A minor contract is void ആണ്. അപ്പൊ നമുക്ക് ഒരിക്കലും ഒരു മൈനർ പേഴ്സണുമായിട്ട് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ സാധിക്കില്ല. മൈനർ എന്ന് പറയുമ്പോൾ എന്താണ്? ആ ഒരു 18 years അറ്റൈൻ ചെയ്യാത്ത ആളുകളെയാണ് നമ്മൾ മൈനർ എന്ന് പറയാറുള്ളത്, അല്ലെ? അപ്പൊ 18 വയസ്സായി കഴിഞ്ഞ അതുപോലെ അതിൽ കൂടുതലുള്ള അല്ലെങ്കിൽ സൗണ്ട് മൈൻഡഡ് ആയിട്ടുള്ള ആളുകളുമായിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഒരു കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യാൻ. അതാണ് കപ്പാസിറ്റി ടു കോൺട്രാക്ട് ആയിട്ട് പറയുന്നത്. ദെൻ ഫ്രീ കൺസെന്റ് ആണ്. അതായത് കൺസെന്റ് മസ്റ്റ് ബി ഗിവൻ ഫ്രീലി. ഫ്രീ ആയുള്ള ഒരു കൺസെന്റ് ആയിരിക്കണം. നമ്മൾ ഒരാളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ ചതിച്ചുകൊണ്ടോ നമ്മളൊരു കോൺട്രാക്റ്റിലേക്ക് ഏർപ്പെടാൻ സാധിക്കില്ല. അപ്പൊ ആ ഒരു ഫ്രീ കൺസെന്റ് ആയിരിക്കണം. ആൻഡ് ഇറ്റ് ഷുഡ് നോട്ട് ബി ഒബ്റ്റൈൻഡ് ത്രൂ കൊയേഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസസ്, ഫ്രോഡ്, മിസ്റെപ്രസെന്റേഷൻ ഓർ മിസ്റ്റേക്ക്. അപ്പോൾ ഒരു ഫ്രീ കൺസെന്റ് ആയി. ഇപ്പൊ സിനിമകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല, ഭീഷണിപ്പെടുത്തിയിട്ട് ചില അഗ്രിമെന്റിൽ സൈൻ ചെയ്യിക്കണമൊക്കെ. അപ്പൊ അതൊന്നും എന്താണ്? വാലിഡ് കോൺട്രാക്റ്റുകളല്ല. അപ്പൊ ആ ഒരു ഫ്രീ കൺസെന്റ് ഇമ്പോർട്ടൻറ്റ് ആണ്. ദെൻ ലോഫുൾ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും. അതായത് പേർപ്പസ് ഓഫ് ദി കോൺട്രാക്ട് എന്ന് പറയുന്നത് മസ്റ്റ് ബി ലീഗൽ ആയിരിക്കണം. ആൻഡ് നോട്ട് അഗെയിൻസ്റ്റ് ദ പബ്ലിക് പോളിസി ഓർ മൊറാലിറ്റി. പബ്ലിക് പോളിസിക്കോ അല്ലെങ്കിൽ അതിന്റെ മൊറാലിറ്റിക്കോ അഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാവരുത്. എപ്പോഴും ലീഗൽ ആയിട്ടുള്ള ഒരു കോൺട്രാക്ട് ആയിരിക്കണം. Then possibility of performance ആണ്. Contract must be capable of being performed. അതിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു ആക്ടിവിറ്റി പെർഫോം ചെയ്യാൻ capable ആയുള്ള ഒരു കോൺട്രാക്ട് ആയിരിക്കണം. And an agreement to do an impossible act is void ആണ്. അപ്പൊ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത ഇമ്പോസിബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസുകൾ ബേസ് ചെയ്തുകൊണ്ട് നമ്മളൊരു കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? വോയിഡ് ആയിട്ട് അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട് ആയിട്ട് പറയുന്നത്. അപ്പോൾ കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലോ പ്രകാരം നമ്മൾ എൻഫോഴ്സ് ചെയ്തിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ്. ഇപ്പോൾ ഒരു വാലിഡ് കോൺട്രാക്ട് ആയിട്ട് അത് മാറണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഫീച്ചേഴ്സുകൾ അല്ലെങ്കിൽ എലമെന്റ്സുകളാണ് നമ്മൾ നോക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇന്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻ, ലോഫുൾ കൺസിഡറേഷൻ, കപ്പാസിറ്റി ടു കോൺട്രാക്ട്, ഫ്രീ കൺസെന്റ്, ലോഫുൾ ഒബ്ജക്റ്റ് ആൻഡ് പോസിബിലിറ്റി ഓഫ് പെർഫോമൻസ്. ഓക്കെ, then
നെക്സ്റ്റ് നമ്മൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡിഫൈൻ ഫ്രീ കൺസെന്റ് ആൻഡ് ഇവാലുവേറ്റ് ദി ഫാക്ടേഴ്സ് ദാറ്റ് വിയേറ്റ് ഇറ്റ് അല്ലേ, അതായത് ഡീവിയേറ്റ് ഇറ്റ് ആണ്. അപ്പൊ അതിനെ എന്താണ് അല്ലെങ്കിൽ വയലേറ്റ് ചെയ്യുന്ന ആ ഒരു ഫാക്ടേഴ്സുകൾ എന്തൊക്കെയാണ്, ആ ഒരു ഫ്രീ കൺസെന്റിനെ വയലേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ കൺസെന്റ് ഈസ് ഫ്രീ when it is not obtained through coercion, undue influences, fraud, misrepresentation or mistake. If free consent is absent, the contract become voidable at the option of the affected party ആണ്. അപ്പോൾ ഒരു കൺസെന്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം, ഫ്രീ ആയിരിക്കണം. അതൊരിക്കലും നമ്മൾ അൺഡ്യൂ ഇൻഫ്ലുവൻസസ് അല്ലെങ്കിൽ ഫ്രോഡ്, മിസ്റ്റേക്ക് മൂലം നമ്മൾ ഒരു കൺസെന്റ് വാങ്ങിയെടുക്കാൻ സാധിക്കില്ല. ഇൻ കേസ് അത്തരത്തിലുള്ള ഒരു ആക്ടിവിറ്റീസിലൂടെയാണ് നമ്മൾ കൺസെന്റ് വാങ്ങുന്നത് എങ്കിൽ അവിടെ എന്താണ്, ആ ഒരു കോൺട്രാക്ട് എന്ന് പറയുന്നത് ഫ്രം ദ ബിഗിനിങ് അത് വോയിഡ് ആയിരിക്കും, ഒരു ഇൻവാലിഡ് കോൺട്രാക്ട് ആയിട്ട് നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് അതിൽ പറയുന്നുണ്ട്, അപ്പൊ അതിനെ ഇത്തരത്തിലൊരു ഫ്രീ കൺസെന്റിനെ വയലേറ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ അതിൽ പറയുന്നുണ്ട് കൊയേഷൻ, അതായത് forcing a person to enter into a contract by threats, violence or unlawful detention of a property ആണ്. അതായത് നമ്മൾ ഒരാളെ ഫോഴ്സ് ചെയ്യാന്ന് പറയില്ലേ, ഫോഴ്സ് ചെയ്തുകൊണ്ട് ഒരു കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യാൻ, അതിപ്പോൾ ത്രെറ്റ്സ് ആയിരിക്കാം അല്ലെങ്കിൽ വയലൻസ് ആയിരിക്കാം. ഇപ്പം എക്സാമ്പിൾ പറയുന്നുണ്ട്, ത്രെറ്റനിങ് സം വൺ ടു സൈൻ ആൻ എഗ്രിമെന്റ്, ഒരാളെ നമ്മൾ ഭീഷണിപ്പെടുത്തുക ചെയ്തുകൊണ്ട് നമ്മൾ എന്താണ് അവരെ സൈൻ ചെയ്യാൻ നിർബന്ധിക്കും, ഫോഴ്സ് ചെയ്യാറുണ്ട്. അപ്പം അതിനെയാണ് കൊയേഷൻ എന്ന് പറയാറുള്ളത്. അപ്പം അത് ആ ഒരു ഫ്രീ കൺസെന്റ് അവിടെ എന്ത് ചെയ്യാണ്, ബ്രേക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. ദെൻ അൺഡ്യൂ ഇൻഫ്ലുവൻസസ് ആണ്, അതായത് ഒരാൾ അയാളുടെ പവർ, പൊസിഷൻസ്, കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. വെൻ വൺ പേഴ്സൺ യൂസസ് ദെയർ പൊസിഷൻ ഓഫ് പവർ ടു ഇൻഫ്ലുവൻസ് അതർ പേഴ്സൺ അൺഫെയർലി. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണ്, ഒരു ഡോക്ടർ ഇൻഫ്ലുവൻസിങ് എ പേഷ്യന്റ് ടു സൈൻ എ കോൺട്രാക്ട്. അപ്പൊ ഡോക്ടറുടെ ആ ഒരു പൊസിഷൻ അല്ലെങ്കിൽ പവർ യൂസ് ചെയ്തുകൊണ്ട് എന്താണ് ഒരു പേഷ്യന്റിനെ മിസ്യൂസ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അത് അൺഡ്യൂ ഇൻഫ്ലുവൻസസ് ആയിട്ട് പറയുന്നുണ്ട്. ദെൻ ഫ്രോഡ് ആണ്, അതായത് ഇന്റൻഷണൽ ഡിസെപ്ഷൻ ടു മേക്ക് സംവൺ എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട്. അതായത് നമ്മൾ എന്ത് ചെയ്യാണ്, ചതിക്കുക എന്ന് പറയില്ല, അതായത് നമുക്ക് ആ ഒരു ഫാക്ട് അറിയുന്നുണ്ടായിരിക്കും, പക്ഷെ അത് നമ്മൾ ഹൈഡ് ചെയ്തുകൊണ്ട് നമ്മൾ എന്താണ് ഒരു ഫാൾസ് ആയുള്ള പ്രോമിസസ് കാര്യങ്ങൾ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ഫ്രോഡ് എന്ന് പറയുന്നത്. ആൻഡ് മിസ് റെപ്രസെന്റേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് മേക്കിംഗ് എ ഫാൾസ് സ്റ്റേറ്റ്മെന്റ് ബിലീവിങ് ഇറ്റ് ടു ബി ട്രൂ. അതായത് ഒരു തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റിന് എന്താണ് അത് ട്രൂ ആണ് എന്നുള്ളത് നമ്മൾ അവിടെ എന്ത് ചെയ്യാണ്, വിശ്വസിപ്പിക്കുകയാണ്. അതിനാണ് മിസ് റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. അതായത് സെല്ലിങ് എ പ്രൊഡക്റ്റ് ബൈ ഗിവിംഗ് ഇൻകറക്റ്റ് ഇൻഫോർമേഷൻ വിതൗട്ട് നോയിങ് ഇറ്റ്സ് ഫാൾസ്. അപ്പോൾ അത് തെറ്റാണ് എന്നുള്ളത് അറിയുന്നുണ്ടായിരിക്കില്ല, പക്ഷെ തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്, ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യാണ്. പക്ഷെ സെല് ചെയ്യുന്ന ആളുകൾക്കും ചിലപ്പോൾ അത് അറിയുന്നുണ്ടായിരിക്കില്ല അത് ഫാൾസ് ആണ് എന്നുള്ളത് അല്ലെ. അപ്പൊ അതാണ് മിസ് റെപ്രസെന്റേഷൻ ആയിട്ട് പറയുന്നത്. ആൻഡ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എന്താണ്, ബോത്ത് പാർട്ടീസ് ആർ മിസ്റ്റേക്കൺ അബൌട്ട് ദി ഇമ്പോർട്ടൻറ്റ് ഫാക്ട് റിലേറ്റഡ് ടു ദി കോൺട്രാക്ട് ആണ്. ഇപ്പൊ രണ്ടുപേരും എന്താണ് ആ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ട്, ആ ഒരു കോൺട്രാക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ഫാക്ട് എന്താണ്, മിസ്റ്റേക്കൺലി അവര് ആ ഒരു കോൺട്രാക്റ്റിലേക്ക് എൻ്റർ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഫ്രീ കൺസെന്റിനെ വയലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡീവിയേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സുകളായിട്ട് പറയുന്നത്. ഏതൊക്കെയാണ്, കൊയേഷൻ, അതുപോലെ തന്നെ അൺഡ്യൂ ഇൻഫ്ലുവൻസസ്, ദെൻ ഫ്രോഡ്, മിസ് റെപ്രസെന്റേഷൻ ആൻഡ് മിസ്റ്റേക്ക്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഫ്രീ കൺസെന്റ് എന്ന് പറയുന്നത് കോൺട്രാക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഫ്രീ കൺസെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ഒരു കോൺട്രാക്ട് വാലിഡ് ആയിരിക്കില്ല. അപ്പൊ ആ ഒരു ഫ്രീ കൺസെന്റിനെ വയലേറ്റ് ചെയ്യുന്ന ആക്ടിവിറ്റീസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇനി നെക്സ്റ്റ് നമുക്ക് ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണ്. ഇപ്പൊ ഡൗട്ട്സ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക, കമന്റ് ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് അതിൽ പറയാനുള്ളത് ഡിസ്കസ് ദി ഡോക്ട്രീൻ ഓഫ് ഫ്രസ്ട്രേഷൻ ആൻഡ് ദി ഗ്രൗണ്ട്സ് ഫോർ ഡിസ്ചാർജ് ഓഫ് എ കോൺട്രാക്ട് ബൈ സൂപ്പർവെനിങ് ഇമ്പോസിബിലിറ്റി ആണ്. അപ്പൊ അതെന്താണെന്നുള്ളത് നോക്കാം അല്ലെ. അപ്പൊ എന്താണ് ഡോക്ട്രീൻ ഓഫ് ഫ്രസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴാണ് ഫ്രസ്ട്രേറ്റഡ് ആവുക, നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റാതെ വരുന്ന സമയത്ത് നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവാറുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ ആ ഒരു സെയിം മീനിങ് തന്നെയാണ് ഈ ഒരു കോൺട്രാക്റ്റിന്റെ അല്ലെങ്കിൽ ലോയുടെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ദ ഡോക്ട്രീൻ ഓഫ് ഫ്രസ്ട്രേഷൻ മീൻസ് ദാറ്റ് contract come to an end when it become impossible or illegal to perform due to an unexpected event beyond the control of the parties ആണ്.
ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട്, രണ്ട് പാർട്ടീസുകൾ ഒരു കോൺട്രാക്റ്റിലേക്ക് എൻറ്റർ ചെയ്യുകയാണ്. പക്ഷെ എന്താണ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇവന്റ്സ് കാര്യങ്ങൾ വന്നത് മൂലം അവർക്ക് അവരുടെ ആ ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ആ ഒരു കോൺട്രാക്ട് പെർഫോം ചെയ്യാൻ പറ്റാതെ വരിക, ഒരു ഇമ്പോസിബിലിറ്റി അവിടെ വരികയാണ്. അപ്പോൾ ആ ഒരു കോൺട്രാക്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യേണ്ടി വരും, എൻഡ് ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു സെക്ഷൻ 56 ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872, contracts become void when it is performance become impossible or unlawful after it is made ആണ്. അപ്പോൾ ഒരു കോൺട്രാക്ട് മെയ്ഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് ആ ഒരു ഇമ്പോസിബിലിറ്റി കാര്യങ്ങൾ നമുക്ക് അറിയുന്നത്. ആൻഡ് അത്തരം കേസസിനെയാണ് നമ്മൾ ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ എന്ന് പറയാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ഗ്രൗണ്ട്സ് ഫോർ ഡിസ്ചാർജ് ബൈ സൂപ്പർവെനിങ് ഇമ്പോസിബിലിറ്റി. അപ്പോൾ ആ ഒരു സൂപ്പർവെനിങ് ഇമ്പോസിബിലിറ്റി എന്ന് പറയുന്നത് ഡോക്ട്രിൻ ഓഫ് ഫ്രസ്ട്രേഷൻ സെയിം ആ ഒരു കോൺസെപ്റ്റ് ആണ് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇത് ഡിസ്ചാർജ് ചെയ്യുന്നത്? അപ്പൊ ഡിസ്ട്രക്ഷൻ ഓഫ് സബ്ജക്ട് മാറ്റർ പറയുന്നുണ്ട്. അതായത് ഇഫ് ദ മെയിൻ സബ്ജക്ട് ഓഫ് ദി കോൺട്രാക്ട് ഈസ് ഡിസ്ട്രോയിഡ് ദ കോൺട്രാക്ട് ബിക്കം വോയിഡ്. അപ്പൊ ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമ്മൾ ഇങ്ങനെ കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്യാറുള്ളത് അല്ലെങ്കിൽ എൻഡ് ചെയ്യാറുള്ളത്? അവിടെ ഒരു സൂപ്പർവെനിങ് ഇമ്പോസിബിലിറ്റി വരുന്ന സിറ്റുവേഷൻസിലാണ്. അപ്പൊ അതിന്റെ ആ ഒരു റീസൺസുകൾ എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അതായത് സബ്ജക്ട് മാറ്റർ ഡിസ്ട്രോയ് ചെയ്യുക. അപ്പൊ എക്സാമ്പിൾ പറയുന്നുണ്ട്, ഗുഡ്സ് ആർ ഡിസ്ട്രോയിഡ് ഇൻ എ ഫയർ ബിഫോർ ഡെലിവറി. ഇപ്പൊ ഡെലിവറി കൊടുക്കാം എന്നുള്ളത് നമ്മൾ ഏറ്റിട്ടുണ്ടായിരിക്കും, പക്ഷെ ഡെലിവറി ചെയ്യുന്നതിന് മുന്നേ എന്താണ്, ഒരു ഫയർ ആക്സിഡന്റ് ഉണ്ടായി ആ ഒരു ഗുഡ്സ് മൊത്തം അവിടെ നശിച്ചു പോവുകയാണ്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ, അതൊരു അൺപ്രഡിക്റ്റബിൾ ആയൊരു സിറ്റുവേഷൻ വന്നതാണ്. അപ്പൊ അവിടെ നമുക്കത് ആ ഒരു കോൺട്രാക്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയുള്ള ഒരു കാര്യമാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ട്രക്ഷൻ ഓഫ് സബ്ജക്ട് മാറ്റർ പറയുന്നുണ്ട്. ദെൻ നോൺ ഒക്യുറൻസ് ഓഫ് ആൻ ഇവന്റ്സ് ആണ്. അതായത് ഇഫ് ദ കോൺട്രാക്ട് ഡിപ്പെൻഡ് ഓൺ എ സ്പെസിഫിക് ഇവന്റ് ദാറ്റ് ഡസ് നോട്ട് ഹാപ്പൻ ദ കോൺട്രാക്ട് എൻഡ്. ഇപ്പോൾ ഒരു സ്പെസിഫിക് ഇവന്റിന്റെ ബേസിസിലാണ് നമ്മളൊരു കോൺട്രാക്ട് ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സ്പെസിഫിക് ഇവന്റ് നമുക്ക് നടക്കാൻ ഒരു സാധ്യതയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കോൺട്രാക്ട് നമ്മൾ അവിടെ എൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു റൂം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റെന്റിന് എടുക്കുകയാണ് അല്ലെ, വാച്ച് എ പരേഡ്. ഒരു പരേഡ് കാണാൻ വേണ്ടിയിട്ട് നമ്മളൊരു റൂം റെന്റിന് എടുത്തു. പക്ഷെ എന്താണ്, ചില അൺഎക്സ്പെക്റ്റഡ് ആയ സിറ്റുവേഷൻസ് മൂലം ആ ഒരു പരേഡ് ക്യാൻസൽ ആയി. ഓക്കെ, അപ്പോൾ അവിടെ ഇനി പരേഡ് ഒരിക്കലും നടക്കില്ല. അപ്പൊ നമ്മൾ റൂം റെന്റിന് എടുത്ത് എന്തായി, അവിടെ വേസ്റ്റ് ആയി പോയി. അപ്പൊ ആ ഒരു കോൺട്രാക്ട് അവിടെ എൻഡ് ആവുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു നോൺ ഒക്യുറൻസ് ഓഫ് ആൻ ഇവന്റ് പറയുന്നുണ്ട്. ദെൻ ഡെത്ത് ഓർ ഇൻകപ്പാസിറ്റി ആണ്. അതായത് ഇപ്പോൾ ഒരു കോൺട്രാക്ട് എന്ന് പറയുന്ന ഒരു സെർട്ടൈൻ പേഴ്സന്റെ സ്കില്ലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്നുണ്ടെങ്കിൽ ആൻഡ് അൺഎക്സ്പെക്റ്റഡ്ലി ആ ഒരാൾ മരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വയ്യാത്ത ഒരു സീരിയസ് ആയുള്ള ഒരു സിറ്റുവേഷൻസിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നീട് ആ ഒരു കോൺട്രാക്ട് നമുക്ക് എന്താണ്, മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അയാളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കോൺട്രാക്ട് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല അല്ലെ. അപ്പം അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്. അതാണ് ഡെത്ത് ഓർ ഇൻകപ്പാസിറ്റി പറയുന്നത്. അപ്പൊ എന്താണ്, എ സിംഗർ കനോട്ട് പെർഫോം ഡ്യൂ ടു ഇൽനെസ്. ഇപ്പോൾ ഒരു സിംഗറുടെ ഒരു പെർഫോമൻസ്, ആ ഒരു സിംഗറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അന്നത്തെ പരിപാടി നടക്കുന്നത്. പക്ഷെ ആ ഒരു സിംഗർക്ക് എന്താണ്, പെട്ടെന്നൊന്ന് സുഖമില്ലായ്മ വന്നു, അപ്പോൾ അവർക്ക് പാടാൻ കഴിയില്ല എന്ന് വിചാരിക്കും. അപ്പോൾ ആ ഒരു പരിപാടി അവിടെ നടക്കില്ല അല്ലെ. അപ്പോൾ ആ ഒരു കോൺട്രാക്ട് അവിടെ എൻഡ് ആവുന്നുണ്ട്. അതാണ് ഡെത്ത് ഓർ ഇൻകപ്പാസിറ്റി എന്ന് പറയുന്നത്. ദെൻ സൂപ്പർവെനിങ് ഇല്ലീഗാലിറ്റി ആണ്. ഇഫ് എ ന്യൂ ലോ മേക്ക് ദ കോൺട്രാക്ട് ഇല്ലീഗൽ ഇറ്റ്സ് ബിക്കം വോയിഡ്. ഇപ്പോൾ ഒരു പുതിയൊരു ലോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണ്, ആ ഒരു കോൺട്രാക്ട് ഇല്ലീഗൽ ആയിട്ട് മാറുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വോയിഡ് ആയിട്ട് അതിനെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം സിറ്റുവേഷൻസ്. ഇനി വാർ ഓർ പൊളിറ്റിക്കൽ ചേഞ്ചസ് ആണ്. അതായത് വാർ ഓർ പൊളിറ്റിക്കൽ ഇവന്റ്സ് മേ മേക്ക് ദി കോൺട്രാക്ട് ഇമ്പോസിബിൾ ടു പെർഫോം ആണ്. അതായത് ഒരു വാർ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഇവന്റ്സ് കാര്യങ്ങൾ എന്ത് ചെയ്യാണ്, വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ചില കോൺട്രാക്ട്സുകൾ നടത്താൻ പറ്റാത്ത സിറ്റുവേഷൻസ് വരാറുണ്ട്. ഓക്കെ, ഇപ്പോൾ വാറ് മൂലം എന്താണ്, നമുക്ക് ആ ഒരു ഇന്റർനാഷണൽ ട്രേഡ് കാര്യങ്ങളൊന്നും നടത്താൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ കോൺട്രാക്ട് ഏറ്റെടുത്തിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അവിടെ അത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഡോക്ട്രൈൻ ഓഫ് ഫ്രസ്ട്രേഷൻ എന്താണെന്നുള്ളത് പറഞ്ഞു. എന്താണ്, ഒരു ഇമ്പോസിബിൾ ആയുള്ള ഒരു ഇവന്റ് മൂലം നമുക്കൊരു കോൺട്രാക്ട് ഡിസ്ചാർജ് ചെയ്യേണ്ടി വരിക അല്ലെങ്കിൽ എൻഡ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസിനെയാണ് നമ്മൾ ഡോക്ട്രൈൻ ഓഫ് ഫ്രസ്ട്രേഷൻ എന്ന് പറയാറുള്ളത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്താണ്, സൂപ്പർവെനിങ് ഇമ്പോസിബിലിറ്റി മൂലം നമ്മൾ കോൺട്രാക്റ്റുകൾ ഡിസ്ചാർജ് ചെയ്യുന്ന സിറ്റുവേഷൻസുകൾ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഡിസ്ട്രക്ഷൻ ഓഫ് സബ്ജക്ട് മാറ്റർ, നോൺ അക്യുറൻസ് ഓഫ് ആൻ ഇവന്റ്, അതുപോലെ തന്നെ ഡെത്ത് ഓർ ഇൻകപ്പാസിറ്റി, സൂപ്പർവെനിങ് ഇല്ലീഗാലിറ്റി, വാർ ഓർ പൊളിറ്റിക്കൽ ചേഞ്ചസ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്കതിൽ പറയാനുള്ളതാണ് ഡിസ്കസ് ദി റോൾ ഓഫ് ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ
in ensuring liquidity and promoting sound lending practices among banks ആണ്. നമുക്കറിയാം RBI എന്ന് പറയുന്നത് അല്ലെ അപ്പെക്സ് അതോറിറ്റിയാണ്, അപ്പെക്സ് ബോഡിയാണ് RBI എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ആണ് RBI എന്ന് പറയുന്നത്. ആൻഡ് ദി RBI ensure that bank have enough fund and follow safe lending practices to maintain financial stability. അപ്പോൾ RBI എന്ത് എൻഷുർ ചെയ്യുന്നുണ്ട്? അതിൻ്റെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന എല്ലാ ബാങ്ക്സിനും എന്താണ് ആ ഒരു ലിക്വിഡിറ്റി കാര്യങ്ങൾ, അതായത് ഇനഫ് ആയുള്ള ഫണ്ട് കാര്യങ്ങളുണ്ട്. അത് അവിടെ ഒരു സേഫ് ആയുള്ള ഒരു ലെൻഡിങ് പ്രാക്ടീസസ് കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് RBI എൻഷുർ ചെയ്യുന്നുണ്ട്. ആൻഡ് അതിൻ്റെ ലിക്വിഡിറ്റി എൻഷുർ ചെയ്യാൻ RBI എടുക്കുന്ന മെഷേഴ്സുകൾ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ അതിൽ പറയാൻ സാധിക്കുന്നുണ്ട്? എന്താണ് മെഷേഴ്സ് ടു എൻഷുർ ലിക്വിഡിറ്റി ആയിട്ട് പറയുന്നത്? മെഷേഴ്സ് ടു എൻഷുർ ലിക്വിഡിറ്റി, അതായത് ക്യാഷ് റിസർവ് റേഷ്യോ പറയുന്നത്. ക്യാഷ് റിസർവ് റേഷ്യോ, അതായത് ബാങ്ക് മസ്റ്റ് കീപ്പ് എ സർട്ടൈൻ പെർസെൻറ്റേജ് ഓഫ് ദെയർ ഡെപ്പോസിറ്റ് വിത്ത് RBI ആണ്. ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സർട്ടൈൻ പെർസെൻറ്റേജ് അവിടെ എന്ത് ചെയ്യാണ്? അവരുടെ ഡെപ്പോസിറ്റിൽ ഒരു സർട്ടൈൻ പെർസെൻറ്റേജ് അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദിസ് ഹെൽപ്പ് മീറ്റ് എമർജൻസി ക്യാഷ് നീഡ്സ് ആണ്. നമുക്ക് എമർജൻസി ക്യാഷ് നീഡ്സ് കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യാൻ അവിടെ സാധിക്കുന്നുണ്ട്. ദെൻ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആണ്. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ പറയുന്നുണ്ട് ബാങ്ക് മസ്റ്റ് ഇൻവെസ്റ്റ് എ പോർഷൻ ഓഫ് ദിയർ ഡെപ്പോസിറ്റ് ഇൻ ലിക്വിഡ് അസറ്റ്. ഇപ്പൊ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് പോലെയുള്ള ലിക്വിഡ് അസറ്റിൽ എന്ത് ചെയ്യാണ്? ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ. ആൻഡ് ദിസ് എൻഷുർ ഫണ്ട്സ് ആർ അവൈലബിൾ വെൻ നീഡഡ്. അപ്പൊ നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് എന്താണ് ആ ഒരു SLR നിന്നും ഫണ്ട് നമുക്ക് അക്യൂർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് ക്യാഷ് റിസർവ് റേഷ്യോ ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ദെൻ റെപ്പോ ഫെസിലിറ്റി ആണ്. ബാങ്ക് ക്യാൻ ബോറോ ഷോർട്ട് ടേം ഫണ്ട്സ് ഫ്രം ദി RBI ബൈ പ്ലെഡ്ജിങ് സെക്യൂരിറ്റീസ് ആണ്. സെക്യൂരിറ്റീസുകൾ പ്ലെഡ്ജ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? RBI നിന്നും ഷോർട്ട് ടേം ഫണ്ട്സുകൾ ബോറോ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആണ്. ഡെപ്പോസിറ്റ്സ് ആർ ഇൻഷുർഡ് അപ് ടു 5 lakh per depositor. This increase public confidence and prevents പാനിക് വിഡ്രോവൽ. അപ്പോൾ ഒരു പാനിക് ആയുള്ള ഒരു വിഡ്രോവൽ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാനും ആൻഡ് പബ്ലിക് കോൺഫിഡൻസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഇൻഷുറൻസ് ഡെപ്പോസിറ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദി മെഷേഴ്സ് ടു എൻഷുർ ലിക്വിഡിറ്റി ആണ്. അപ്പോൾ ലിക്വിഡിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് RBI എടുക്കുന്ന മെഷേഴ്സുകളാണ് ക്യാഷ് റിസർവ് റേഷ്യോ, അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, റിപ്പോ ഫെസിലിറ്റി ആൻഡ് ഡെപ്പോസിറ്റ് ഇൻഷുറൻസ്. ദെൻ നെക്സ്റ്റ് അതിൽ പറയുന്നതാണ് പ്രൊമോട്ടിംഗ് സൗണ്ട് ലെൻഡിങ് പ്രാക്ടീസസ് ആണ്. പ്രൊമോട്ടിംഗ് സൗണ്ട് ലെൻഡിങ് പ്രാക്ടീസസ്. ദ RBI ഇഷ്യൂ ഗൈഡ് ലൈൻ ടു എൻഷുർ ബാങ്ക് ലെൻഡ് റെസ്പോൺസിബിലിറ്റി. അപ്പൊ ബാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പോലെയുള്ള ആളുകൾ പബ്ലിക്കിൽ നിന്നും ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നു ആൻഡ് ലോൺസുകൾ ലെൻഡ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ആ ഒരു ലെൻഡിങ് ആക്ടിവിറ്റി റെസ്പോൺസിബിൾ ആയിട്ട് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് RBI ചില ഗൈഡ് ലൈൻസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്താണ്? റെഗുലേറ്റ് പർപ്പസ് ആൻഡ് എമൗണ്ട് ഓഫ് ലോൺസ് ആണ്. ലോൺസിന്റെ എമൗണ്ട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് സെറ്റ് എക്സ്പോഷർ ലിമിറ്റ് ഫോർ ബോറോവേഴ്സ് ആണ്. ബോറോവേഴ്സിന് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു എക്സ്പോഷർ ലിമിറ്റ് കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നു. ആൻഡ് മോണിറ്റേഴ്സ് ആൻഡ് കൺട്രോൾ നോൺ പെർഫോമിംഗ് അസറ്റ്സ് ആണ്. നോൺ പെർഫോമിംഗ് അസറ്റ്സ് കാര്യങ്ങൾ മോണിറ്റർ ചെയ്യുന്നു ആൻഡ് അത് കൺട്രോൾ ചെയ്യുന്നു. ആൻഡ് പ്രൊവൈഡ് റൂൾസ് ഫോർ ഡെപ്റ്റ് റീസ്ട്രക്ചറിങ്. ആ ഒരു ഡെപ്റ്റ് റീസ്ട്രക്ചറിങ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ റിക്വയർ ബാങ്ക് ടു മെയിൻറ്റെയിൻ പ്രോപ്പർ റിസ്ക് മാനേജ്മെന്റ് സിസ്റ്റം. ആ ഒരു പ്രോപ്പർ ആയുള്ള ഒരു റിസ്ക് മാനേജ്മെന്റ് സിസ്റ്റം കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ എൻഷുർ ബാങ്ക് ഫോളോ സേഫ് ആൻഡ് പ്രുഡന്റ് ലെൻഡിങ് പ്രാക്ടീസസ് ആണ്. അപ്പൊ ബാങ്കുകൾ പ്രുഡലൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സേഫ് ആയുള്ള ഒരു ലെൻഡിങ് പ്രാക്ടീസസുകളാണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് അവിടെ എൻഷുർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് RBIയുടെ ഗൈഡ് ലൈൻസുകളായിട്ട് പറയുന്നത്. അപ്പൊ RBI എന്നുള്ളത് നമുക്കറിയാം ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് എന്നുള്ളത് നമുക്കറിയാം അല്ലെ. ആൻഡ് ആ ഒരു ലിക്വിഡിറ്റി കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ RBI ഒരുപാട് മെഷേഴ്സ് കാര്യങ്ങൾ എടുക്കുന്നുണ്ട്. ആൻഡ് സേഫ് ആയുള്ള ലെൻഡിങ് പ്രാക്ടീസസുകൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസുകൾ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. ദെൻ നെക്സ്റ്റ് നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ദി 4 പില്ലേഴ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻഫ്രാസ്ട്രക്ചർ established under the IBC to ensure an efficient insolvency resolution process ആണ്.
അപ്പൊ എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ 4 പില്ലേഴ്സ് ആൻഡ് അണ്ടർ ദി IBC ടു എൻഷുർ ആൻ എഫിഷ്യന്റ് ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ദി IBC 2016 പ്രൊവൈഡ് എ സിംഗിൾ ആൻഡ് കോംപ്രഹെൻസീവ് ലോ ഫോർ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ആണ്. അപ്പൊ ഇന്ത്യയിലുള്ള ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ഇഷ്യൂസുകൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കോംപ്രഹെൻസീവ് ലോ ആണ് IBC 2016 എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് എഫക്റ്റീവ് ഇംപ്ലിമെന്റേഷൻ ഈസ് ബേസ്ഡ് ഓൺ 4 ഇമ്പോർട്ടൻറ്റ് പില്ലേഴ്സ്. അപ്പൊ അതിന്റെ ആ ഒരു എഫക്റ്റീവ് ആയുള്ള ഒരു ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്ന മെയിൻ ആയിട്ടും 4 പില്ലേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ അവിടെ പറയുന്നുണ്ട് എന്താണ്, ഫസ്റ്റ് വൺ പറയുന്നത് ഇൻസോൾവൻസി പ്രൊഫഷണൽസ് ആണ്. ഓക്കെ, ഇൻസോൾവൻസി പ്രൊഫഷണൽസ് പറയുന്നുണ്ട് ആൻഡ് ഇൻസോൾവൻസി പ്രൊഫഷണൽ ഏജൻസീസ്. ഇൻസോൾവൻസി പ്രൊഫഷണൽസ് ആൻഡ് ഇൻസോൾവൻസി പ്രൊഫഷണൽ ഏജൻസീസ് ആണ് പറയുന്നത്. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് ഇൻസോൾവൻസി പ്രൊഫഷണൽസ് ആയിരിക്കും. അതുപോലെ തന്നെ ദേ ആക്ട് ആസ് എ റെഗുലേഷൻ പ്രൊഫഷണൽ ലിക്വിഡേറ്റർ ഓർ ബാങ്ക്രപ്സി ട്രസ്റ്റി. ഇപ്പൊ ബാങ്ക്രപ്റ്റി ട്രസ്റ്റി ആയിട്ട് അതുപോലെ തന്നെ ലിക്വിഡേറ്റർ ആയിട്ട് പ്രൊഫഷണൽസ് ആയിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇൻസോൾവൻസി പ്രൊഫഷണൽ ഏജൻസീസ് റെഗുലേറ്റ് ആൻഡ് മോണിറ്റർ ദി കണ്ടക്ട് ഓഫ് IPs. ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഇവര് ഈ ഒരു ഇൻസോൾവൻസി പ്രൊഫഷണൽ ഏജൻസീസ് ആയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരു ആക്ട് കാര്യങ്ങൾ, അതായത് പ്രൊഫഷണൽസിന് ഇൻസോൾവൻസി പ്രൊഫഷണൽസിന്റെ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നതും മോണിറ്റർ ചെയ്യുന്നതും ഇൻസോൾവൻസി പ്രൊഫഷണൽസ് ആൻഡ് പ്രൊഫഷണൽ ഏജൻസീസ് ആയിരിക്കും. ദെൻ ഇൻഫോർമേഷൻ യൂട്ടിലിറ്റീസ് പറയുന്നുണ്ട്. ഇൻഫോർമേഷൻ യൂട്ടിലിറ്റീസ്, ഇപ്പൊ ദീസ് ആർ ഓർഗനൈസേഷൻ ദാറ്റ് സ്റ്റോർ ആൻഡ് മെയിൻറ്റെയിൻ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ ഇലക്ട്രോണിക്കലി. ഇപ്പൊ ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻസ് ഒക്കെ ഇലക്ട്രോണിക്കലി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷൻസ് ആണ് ഇൻഫോർമേഷൻ യൂട്ടിലിറ്റീസ് എന്ന് പറയുന്നത്. ആൻഡ് ദേ പ്രൊവൈഡ് അക്യുറേറ്റ് ആൻഡ് വെരിഫൈഡ് ഡാറ്റ അബൌട്ട് ലോൺസ് ആൻഡ് ഡിഫോൾട്ട് ആണ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഡാറ്റാസ് കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യുന്നു ആൻഡ് നമുക്ക് ഡിസ്പ്യൂട്ട് ആൻഡ് ഡിലേസ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ദെൻ അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റീസ് പറയുന്നുണ്ട്, അതായത് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ. നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ പറയുന്നത് എന്താണ്, അതായത് ഇൻസോൾവൻസി കേസസ്, ഇപ്പൊ കമ്പനീസിന്റെ ആയാലും ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിന്റെ ആണെങ്കിലും ഇൻസോൾവൻസി കേസസുകളൊക്കെ എന്ത് ചെയ്യുന്നത്, ഹാൻഡിൽ ചെയ്യുന്നത് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ ആണ്. അതുപോലെ തന്നെ ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണൽ പറയുന്നുണ്ട്, അവർ ഹാൻഡിൽ ചെയ്യുന്നത് എന്താണ്, ഇൻസോൾവൻസി കേസ് ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് പാർട്ട്ണർഷിപ്പ് ഫേംസ് ആണ്. ഇൻഡിവിജ്വലിന്റെ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫേംസിന്റെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻസോൾവൻസി കേസസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നു. ദെൻ അപ്പീൽ ക്യാൻ ബി മെയ്ഡ് ടു നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ ആൻഡ് ഡെപ്റ്റ് റിക്കവറി ട്രിബ്യൂണൽ റെസ്പെക്റ്റീവ്ലി. നമുക്ക് എന്താണ് അപ്പീൽസ് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഫോർത്ത് പില്ലർ എന്ന് പറയുന്നത് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ IBCയുടെ അണ്ടറിലുള്ള മെയിൻ റെഗുലേറ്റർ ആണ് ഈ ഒരു ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇൻഫോർമേഷൻ പ്രൊഫഷണൽസ് അതുപോലെ തന്നെ നമ്മൾ ഏജൻസീസിനെ ഇൻഫോർമേഷൻ യൂട്ടിലിറ്റീസിനൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡാണ്. ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫെയർ ആയിട്ടുള്ള ഒരു സ്പീഡി ഇൻസോൾവൻസി പ്രോസസ്സ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇവരിലൂടെ എൻഷുർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദി 4 പില്ലേഴ്സ് ഓഫ് ഇൻസോൾവൻസി ബാങ്ക്രപ്സി കോഡ് അല്ലെ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് മെയിൻ ആയിട്ടും ഇമ്പോർട്ടൻസ് ആയുള്ള പില്ലേഴ്സ് പറയുന്നത് ഇൻസോൾവൻസി പ്രൊഫഷണൽസ് ആൻഡ് ഇൻസോൾവൻസി പ്രൊഫഷണൽ ഏജൻസീസ്, അതുപോലെ തന്നെ ഇൻഫോർമേഷൻ യൂട്ടിലിറ്റീസ്, അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റീസ് ആൻഡ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ഡിഫൈൻ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആൻഡ് discuss it the primary type of IP protection available in India, highlighting their duration and key requirements ആണ്. അപ്പം എന്താണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ടേം കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പം നമുക്ക് നോക്കാം. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി refers to the creation of the human mind such as invention, literary and artistic work, design, symbols, name and image യൂസ്ഡ് ഇൻ കൊമേഴ്സ് ആണ്. അപ്പോൾ കൊമേഴ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇമേജസുകൾ, നെയിംസ്, സിംബൽസ്, ഡിസൈൻ, ആർട്ടിസ്റ്റിക് വർക്ക് ഇതിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചില റൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ മൈൻഡിന്റെ ക്രിയേഷൻസ് ആണ്. അപ്പോൾ പല ആളുകളും പല തരത്തിലുള്ള ക്രിയേറ്റീവ് ആയുള്ള മൈൻഡുകളുള്ള ആളുകളായിരിക്കും അല്ലേ.
അപ്പൊ അതൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ആണ് ലോസ് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇറ്റ്സ് ഗീവ് ക്രിയേറ്റർ എക്സ്ക്ലൂസീവ് റൈറ്റ്സ് ഓവർ ദിയർ ക്രിയേഷൻ ആൻഡ് എൻകറേജ് ഇന്നോവേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി ആണ്. അപ്പൊ ക്രിയേറ്റേഴ്സിന് അവരുടെ എന്താണ്, അവരുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസിന് ഒരു പ്രൊട്ടക്ഷൻ എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ കണ്ടിട്ടായിരിക്കും ചില ആളുകൾ എന്താണ്, ഇപ്പൊ നോവൽസ് കാര്യങ്ങൾ എഴുതുകയാണെങ്കിൽ മറ്റു ചിലർ അത് ഈസി ആയിട്ട് കോപ്പി ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെ. അപ്പൊ അത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടേണ്ടത് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അവരുടെ ഇപ്പൊ എല്ലാവർക്കും ഒരുപോലെ നമുക്ക് ആ ഒരു സ്കില്ലുകൾ ഉണ്ടാവണമെന്നില്ല അല്ലെ. പക്ഷെ ഏതെങ്കിലും പല രീതിയിലുള്ള ഒരു സ്കില്ലെങ്കിലും നമുക്ക് നമ്മുടെ ഹ്യൂമൻ മൈൻഡിൽ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരു കഴിവെങ്കിലും ഉണ്ടായിരിക്കും. അത് നമ്മൾ കണ്ടെത്തണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള കഴിവുകൾ കണ്ടെത്തിയിട്ടുള്ള ആളുകളുടെ വർക്കുകൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻസ് ആണ്. കാരണം ഇന്നത്തെ ഈ ഒരു ഇന്റർനെറ്റ് വേൾഡിൽ നമുക്കറിയാം ഈസി ആയിട്ട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കോപ്പി ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെ. അപ്പൊ അതാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിൽ പറയുന്നത്. ആൻഡ് ദ മെയിൻ ടൈപ്സ് പറയുന്നുണ്ട്. ദ മെയിൻ ടൈപ്പ് ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി പ്രൊട്ടക്ഷൻ ഇൻ ഇന്ത്യ പേറ്റന്റ് ആണ്. അതായത് എന്ത് ചെയ്യുന്നുണ്ട്, ഗവേൺഡ് ബൈ പേറ്റന്റ് ആക്ട് 1970. A patent is granted for a new invention that involve an inventive step and is capable of industrial application. Patent protection in India lasts over 20 years from the date of filing. അപ്പൊ പേറ്റന്റ് എന്ന് പറയുമ്പോൾ പേറ്റന്റ് ആക്ട് പ്രകാരമാണ് ഗവേൺ ചെയ്യുന്നത്. അപ്പൊ അവിടെ നിന്ന് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും, ഇൻവെൻഷൻസുകൾ, അതൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പേറ്റന്റ് ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ഒരു പേറ്റന്റ് പ്രൊട്ടക്ഷൻ നമുക്ക് എന്താണ് 20 ഇയേഴ്സിലോട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പ്രൊട്ടക്ഷൻസ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ദെൻ കോപ്പി റൈറ്റ് 1957 കോപ്പി റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് ഗവേൺ ചെയ്യുന്നത്. നമ്മുടെ ലിറ്റററി അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള മ്യൂസിക്കൽ ആൻഡ് ഡ്രാമാറ്റിക് വർക്കുകളൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ലൈഫ് ടൈം അല്ലെങ്കിൽ ഓതർ പ്ലസ് 60 ഇയേഴ്സ് ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നുണ്ടായിരിക്കുക, ആ ഒരു കോപ്പി റൈറ്റ്സ് കാര്യങ്ങൾ കിട്ടുന്നുണ്ടായിരിക്കുക. ദെൻ ട്രേഡ് മാർക്ക് എന്ന് പറയുമ്പോൾ എന്താണ്, ട്രേഡ് മാർക്ക് ആക്ട് 1999 പ്രകാരമാണ് ഇത് ഗവേൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സിമ്പിള് അല്ലെങ്കിൽ സൈന്, ലോഗോ, നെയിം, ഇതൊക്കെയാണ് ട്രേഡ് മാർക്ക് ആയിട്ട് പറയുന്നത് അല്ലെ. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 10 ഇയേഴ്സിലോട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ആ ഒരു രജിസ്ട്രേഷൻസ് കാര്യങ്ങൾ വാലിഡ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. ആൻഡ് പിന്നീട് നമുക്കത് റിന്യൂ ചെയ്യാനും പറ്റുന്നുണ്ട്. ഇപ്പോൾ കമ്പനീസുകളൊക്കെ അവരുടെ ട്രേഡ് മാർക്ക് ഉണ്ടായിരിക്കും. അപ്പൊ അത് മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സ് കോപ്പി ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവരെന്താണ് പ്രൊട്ടക്ഷൻസ് കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് ആണ്. ഇപ്പൊ ചില പ്രൊഡക്റ്റുകൾ കണ്ടിട്ടുണ്ടായിരിക്കും അവരെ ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്പെസിഫിക് ജിയോഗ്രഫിക്കൽ റീജിയനിൽ നിന്നായിരിക്കും അല്ലെ. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാഞ്ചീപുരം സാരി, അതൊക്കെ ആ ഒരു പേരിൽ അറിയപ്പെടുന്നതാണ്. കാരണം ആ ഒരു സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളതാണ്, അവിടെ നിന്നും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ജിയോഗ്രഫിക്കൽ റെപ്യൂട്ടേഷൻസ് കാര്യങ്ങൾ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അത് ഇത്തരത്തിലുള്ള റൈറ്റ്സ് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. ദെൻ ഇൻഡസ്ട്രിയൽ ഡിസൈൻ പറയുന്നുണ്ട്, ഗവേൺഡ് ബൈ ദി ഡിസൈൻ ആക്ട് 2000 ആണ്. അപ്പോൾ വിഷ്വൽ അപ്പിയറൻസ്, അതുപോലെ ഷേപ്പ്, പാറ്റേൺ, ആ ഒരു പ്രൊഡക്റ്റിന്റെ ഡിസൈന് കാര്യങ്ങളൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് 10 ഇയേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ വാലിഡിറ്റി കാര്യങ്ങൾ പറയുന്നുണ്ട്. ദെൻ ട്രേഡ് സീക്രട്ട് ആണ് പറയുന്നത്. അപ്പോൾ അതിൽ കോൺഫിഡൻഷ്യൽ ബിസിനസ് ഇൻഫോർമേഷൻസ്, അതുപോലെ തന്നെ ഇപ്പോൾ ചില റെസിപ്പീസുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഫോർമുലാസുകൾ, മാനുഫാക്ചറിങ് പ്രോസസ്സുകൾ, ഇതൊക്കെ എന്താണ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രേഡ് സീക്രട്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി പ്രൊട്ടക്ഷൻ ആയിട്ട് പറയുന്നത്. പേറ്റന്റ്, കോപ്പി റൈറ്റ്സ്, അതുപോലെ തന്നെ ട്രേഡ് മാർക്ക് പറയുന്നുണ്ട്, ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ, ഇൻഡസ്ട്രിയൽ ഡിസൈൻ ആൻഡ് ട്രേഡ് സീക്രട്ട്. എന്താണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു, നമ്മൾ എന്താണ് ഹ്യൂമൻ മൈൻഡ്സിന്റെ ആ ഒരു ക്രിയേറ്റിവിറ്റി കാര്യങ്ങൾ അല്ലെ, അത് പ്രൊട്ടക്ട് ചെയ്യാന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ്. കാരണം ഇന്നത്തെ ഈ ഒരു ഡിജിറ്റൽ വേൾഡിൽ ഈസി ആയിട്ട് നമുക്കത് കോപ്പി ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിന്റെ ആ ഒരു ഒതന്റിസിറ്റി, നമ്മുടെ വർക്കിന്റെ ഒതന്റിസിറ്റി കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് അതിൽ പറയാനുള്ളത് ഡിസ്കസ് ദ റൈറ്റ് ടു പ്രൈവസി ആൻഡ് എക്സ്പ്ലെയിൻ ദ എക്സിസ്റ്റിംഗ് ഡാറ്റ പ്രൊട്ടക്ഷൻ പ്രൊവിഷൻ അണ്ടർ ദി ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് 2000 ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു ഡിജിറ്റൽ വേൾഡിൽ നിൽക്കുന്ന സമയത്ത് പ്രൈവസി എന്ന് പറയുന്നത് അവിടെ ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു കൺസേൺ ആണ് അല്ലെ. അപ്പൊ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് ആ ഒരു റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത് നമ്മൾ എക്സ്പ്രസ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അത് മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷെ എന്താണ് ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിട്ട് നമ്മൾ എന്താണ് ജുഡീഷ്യൽ ഡിസിഷൻസിലൂടെ നമ്മൾ ഇതൊരു ഫണ്ടമെന്റൽ റൈറ്റ്സ് ആയിട്ട് നമ്മൾ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയുടെ ഒരു ഭാഗമാണ് ഈ ഒരു റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത്.
അപ്പൊ അതിൽ പറയുന്നുണ്ട് പ്രൈവസി പ്രൊട്ടക്ഷൻ അണ്ടർ ദി ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് 2000 പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്, സെക്ഷൻ 43A പറയുന്ന എന്താണ്, അതായത് ഒരു കമ്പനി എന്താണ് സെൻസിറ്റീവ് ആയുള്ള പേഴ്സണൽ ഡാറ്റാസുകൾ പ്രൊട്ടക്ട് ചെയ്യുന്നത് നെഗ്ലക്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കോമ്പൻസേഷൻസ് കാര്യങ്ങൾ ചോദിക്കാം. ഇപ്പൊ കമ്പനീസ് ഒക്കെ ഡെയിലി കസ്റ്റമേഴ്സിന്റെ ഡാറ്റാസുകളൊക്കെ സൂക്ഷിക്കാറുണ്ട് അല്ലെ. അപ്പൊ അതെന്ത് ചെയ്യുന്നുണ്ട്, അവർ നെഗ്ലക്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, അത് മിസ്യൂസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷൻ പ്രകാരം നമുക്ക് കോമ്പൻസേഷൻ കാര്യങ്ങൾ സീക്ക് ചെയ്യാൻ പറ്റുന്നു. ദെൻ IT റൂൾ 2011 ആണ്, അതായത് ഡിഫൈൻ സെൻസിറ്റീവ് പേഴ്സണൽ ഡാറ്റ സച്ച് ആസ് പാസ്വേഡ്, ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻ, ഹെൽത്ത് റെക്കോർഡ്, സെക്ഷുവൽ ഓറിയന്റേഷൻ ആൻഡ് ബയോമെട്രിക് ഇൻഫോർമേഷൻ. അപ്പോൾ ഇത്തരത്തിലുള്ള ഡാറ്റാസ് കാര്യങ്ങളൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു IT റൂൾ 2011 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ്, ഡാറ്റാസുകൾ കളക്ട് ചെയ്യുന്നതിന് മുന്നേ ഒരിക്കലും എന്താണ് ആളുകളുടെ കൺസെന്റ് ഇല്ലാതെ നമുക്ക് ഒരിക്കലും ആ ഒരു ഡാറ്റാസുകൾ ഒബ്റ്റെയിൻ ചെയ്യാനോ അതിൻ്റെ പ്രൈവസി മിസ്യൂസ് ചെയ്യാനോ സാധിക്കില്ല. ദെൻ സെക്ഷൻ 66E പറയുന്നുണ്ട് എന്താണ്, അതായത് പേഴ്സൺസിന്റെ പ്രൈവറ്റ് ഏരിയ വിത്തൗട്ട് കൺസെന്റ് ഇല്ലാതെ അത് പബ്ലിഷ് ചെയ്യുക അല്ലെങ്കിൽ അത് ക്യാപ്ചർ ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്, വയലേഷൻ ഓഫ് പ്രൈവസി ആണ്. അപ്പം അതിന് പണിഷ്മെന്റ്സ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ദെൻ സെക്ഷൻ 72 ആൻഡ് 72A പറയുന്നത് എന്താണ്, പേഴ്സണൽ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ബ്രീച്ച് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി ബൈ അതോറിറ്റി ഓർ സർവീസ് പ്രൊവൈഡേഴ്സ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പണിഷ്മെന്റ്സ് കാര്യങ്ങൾ കിട്ടുന്നുണ്ട്. ഇതാണ് റൈറ്റ് ടു പ്രൈവസി ആൻഡ് അതിൻ്റെ മെയിൻ പ്രൊട്ടക്ഷൻ IT ആക്ട് പ്രകാരം നമുക്ക് കിട്ടുന്ന പ്രൊട്ടക്ഷൻ ആയിട്ട് പറയുന്നത് സെക്ഷൻ 43A ആൻഡ് IT റൂൾ 2011, സെക്ഷൻ 66E ആൻഡ് സെക്ഷൻ 72 ആൻഡ് 72A. ദെൻ നെക്സ്റ്റ് നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡിസ്കസ് ദി റോൾ ഓഫ് സുപ്രീം കോർട്ട് ആൻഡ് ദ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ഇൻ ഡെവലപ്പിംഗ് എൻവയോൺമെന്റൽ ജൂറിസ്പ്രുഡൻസ് ഇൻ ഇന്ത്യ ഫോക്കസിംഗ് ഓൺ കീ ലീഗൽ പ്രിൻസിപ്പിൾസ് ആണ്. അപ്പൊ എന്താണ് സുപ്രീം കോർട്ടിന്റെയും അതുപോലെ തന്നെ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെയും റോൾസ് കാര്യങ്ങൾ, ആ ഒരു എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റോൾസ് കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അല്ലെ. ഇപ്പൊ സുപ്രീം കോർട്ട് ആൻഡ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ഹാവ് പ്ലേഡ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഡെവലപ്പിംഗ് എൻവയോൺമെന്റൽ ലോ ആൻഡ് പ്രൊട്ടക്ടിങ് ദി എൻവയോൺമെന്റ് ആണ്. ഇപ്പൊ സുപ്രീം കോർട്ടിന്റെ റോള് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ എന്താണ്, നമുക്ക് അവിടെ ഒരു ക്ലീൻ ആൻഡ് ഹെൽത്തി എൻവയോൺമെന്റ് നമ്മുടെ ഒരു റൈറ്റ്സ് ആണ്. ഇപ്പൊ സുപ്രീം കോർട്ട് എക്സ്പാൻഡഡ് ആർട്ടിക്കിൾ 21 ടു ഇൻക്ലൂഡ് ദ റൈറ്റ് ടു എ ക്ലീൻ ആൻഡ് ഹെൽത്തി എൻവയോൺമെന്റ്. ആൻഡ് നെക്സ്റ്റ് നമുക്ക് എന്താണ്, ആ ഒരു പൊല്യൂഷൻ ഫ്രീ ആയുള്ള ഒരു എൻവയോൺമെന്റ് എന്ന് പറയുന്നത് പാർട്ട് ഓഫ് ദി ലൈഫാണ്. അപ്പം അതിനുള്ള റൈറ്റ്സ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, സുപ്രീം കോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് കോർട്ട് ഡെവലപ്ഡ് ഇമ്പോർട്ടൻറ്റ് എൻവയോൺമെന്റൽ പ്രിൻസിപ്പിൾ, ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള എൻവയോൺമെന്റൽ പ്രിൻസിപ്പിൾസ് എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൽ പ്രിക്വേഷണറി പ്രിൻസിപ്പിൾ പറയുന്നുണ്ട്, അതായത് എൻവയോൺമെന്റിന് ഡാമേജ് ആവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പ്രിവെന്റ് ചെയ്യുക. അതുപോലെ തന്നെ പൊല്യൂട്ടർ പേസ് പ്രിൻസിപ്പിൾ ആണ്. എന്ത് ചെയ്യുന്നുണ്ട്, പൊല്യൂട്ടർ മസ്റ്റ് പേ ദി കോസ്റ്റ് ഓഫ് ക്ലീനിങ് അപ്പ് പൊല്യൂഷൻ ആൻഡ് കോമ്പൻസേറ്റിംഗ് അഫക്റ്റഡ് പീപ്പിൾ ആണ്. അപ്പം നമ്മൾ എന്താ പറയുക, ഒരു കുളം അല്ലെങ്കിൽ ഒരു പൊതുസ്ഥലം വൃത്തികേടാക്കി എന്നുണ്ടെങ്കിൽ നമ്മളൊരു പൊല്യൂട്ടറാണ്. അപ്പം നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ് അതിനെ അഫക്റ്റ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അതിനെ കോമ്പൻസേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ പൊല്യൂട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ക്ലീനപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ആ ഒരു പൊല്യൂട്ടറിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പം അത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട്. ദെൻ അബ്സല്യൂട്ട് ലയബിലിറ്റിയാണ്, അതായത് ഇവിടെ പറയുന്നത് എന്താണ്, ദ കോഡ് ഹെൽഡ് ദാറ്റ് ഇൻഡസ്ട്രീസ് എൻഗേജ് ഇൻ ഹസാർഡസ് ആക്ടിവിറ്റീസ് ആർ അബ്സല്യൂട്ട്ലി ലയബിൾ ഫോർ എനി ഹാം കോസ്റ്റ് വിത്തൗട്ട് എനി എക്സംഷൻസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, കമ്പനീസുകളോ കാര്യങ്ങളോ ഹസാർഡസ് ആയിട്ടുള്ള ഏതെങ്കിലും ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതുമൂലം ആർക്കെങ്കിലും ഒരു ഹാംഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ എക്സംഷൻസ് കേസസ് കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു കമ്പനി അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എന്തായിരിക്കും, റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകളായിരിക്കും. ഇനി റോൾ ഓഫ് ദി നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ പറയുകയാണെങ്കിലോ, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ പറയുന്നുണ്ട്, ദ NGT was established in 2010 to provide speedy and effective environmental justice ആണ്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു എഫക്റ്റീവ് ആയുള്ള ഒരു എൻവയോൺമെന്റൽ ജസ്റ്റിസ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള എസ്റ്റാബ്ലിഷ്മെന്റ്സ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ട്രിബ്യൂണലാണ്, എൻവയോൺമെന്റൽ ഡിസ്പ്യൂട്ടുകൾ ഡീൽ ചെയ്യുന്നുണ്ട് ആൻഡ് അതിൻ്റെ സൊല്യൂഷൻസ് കാര്യങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. ആൻഡ് പൊല്യൂട്ടർ പേ പ്രിൻസിപ്പിൾസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലൈ ചെയ്യുന്നുണ്ട്. ആൻഡ് കോമ്പൻസേഷൻസ്, എൻവയോൺമെന്റൽ റീസ്റ്റോറേഷൻ അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ പെനാൽറ്റീസ് കാര്യങ്ങളൊക്കെ ഇമ്പോസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് ക്യാൻ ഇമ്പോസ് ഫൈൻ അപ് ടു 10 crore or non-compliance with its
ഓർഡേഴ്സ് ആണ്. ഇതാണ് റോൾ ഓഫ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷന്റെ കേസിൽ സുപ്രീം കോർട്ട് ആൻഡ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ റോള് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് നമുക്ക് അതിൽ പറയാനുള്ളത് ഡിസ്കസ് ദി ഒബ്ജക്റ്റീവ് ഓഫ് ദി കോമ്പറ്റീഷൻ ആക്ട് 2002 and explain the historical shift from the monopolies and restrictive trade practices MRTP Act 1969. അപ്പോൾ ഈ ഒരു കോമ്പറ്റീഷൻ ആക്ട് 2002 ഇനാക്ട് ചെയ്തിട്ടുള്ളത് എന്താണ്? ഫെയർ ആയുള്ള ഒരു കോമ്പറ്റീഷൻ എൻഷുർ ചെയ്യുക. അതായത് പോലെ തന്നെ എന്താണ് മാർക്കറ്റിൽ എന്താണ് ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്, അപ്പോൾ അവിടെ ഒരു ഹെൽത്തി ആയുള്ള ഒരു കോമ്പറ്റീഷൻ എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് കോമ്പറ്റീഷൻ ആക്ട് 2002 പറയുന്നത്. ആൻഡ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് കാര്യങ്ങൾ പറയുകയാണെങ്കിലോ ആൻറ്റി കോമ്പറ്റീറ്റീവ് പ്രാക്ടീസസുകൾ പ്രിവെൻറ്റ് ചെയ്യും അല്ലേ, അതായത് കോമ്പറ്റീഷൻ റെഡ്യൂസ് ചെയ്യുന്ന ആക്ടിവിറ്റീസുകൾ അല്ലെങ്കിൽ എഗ്രിമെൻറ്റ്സ് കാര്യങ്ങൾ പ്രിവെൻറ്റ് ചെയ്യുന്നു. ഒരു സസ്റ്റെയിൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫെയർ ആയുള്ള ഒരു കോമ്പറ്റീഷൻസ് കാര്യങ്ങൾ അവിടെ എൻകറേജ് ചെയ്യുന്നുണ്ട്. ആൻഡ് കൺസ്യൂമേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് ബെറ്റർ ആയുള്ള ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റ് കൊടുക്കുക, റീസണബിൾ ആയുള്ള പ്രൈസസ് പ്രൊവൈഡ് ചെയ്യുക. ദെൻ എൻഷുർ ഫ്രീഡം ഓഫ് ട്രേഡ് ആണ്. ആ ഒരു ട്രേഡ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം, ഓപ്പൺ ആയിട്ടും ഫ്രീ ആയിട്ടും വിത്തൗട്ട് അൺഫെയർ റെസ്ട്രിക്ഷൻസ് നമ്മൾ എന്താണ് ഒരു ഫ്രീഡം കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പം ഇതാണ് കോമ്പറ്റീഷൻ ആക്ടിന്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറയുന്നത്. പ്രിവെന്റ് ആൻറ്റി കോമ്പറ്റേറ്റീവ് പ്രാക്ടീസസ്, പ്രൊമോട്ട് ആൻഡ് സസ്റ്റെയിൻ കോമ്പറ്റീഷൻ, പ്രൊട്ടക്ട് കൺസ്യൂമർ ഇൻട്രസ്റ്റ്, എൻഷുർ ഫ്രീഡം ഓഫ് ട്രേഡ്. ദെൻ നമ്മൾ ആ ഒരു ഹിസ്റ്റോറിക്കൽ ഷിഫ്റ്റ് പറയുന്നുണ്ട് അല്ലെ, MRTP ആക്ടിൽ നിന്നും കോമ്പറ്റീഷൻ ആക്ടിലോട്ടുള്ള ഒരു ഷിഫ്റ്റ് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് MRTP ആക്ട് 1969 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഇന്ത്യയിൽ ഒരു ക്ലോസ്ഡ് ആയുള്ള ഒരു എക്കണോമി ഉള്ള സിറ്റുവേഷൻസിലായിരുന്നു. അപ്പോൾ അതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് എന്താണ്? മോണോപോളീസ് അല്ലെ, മാർക്കറ്റിലുള്ള മോണോപോളീസ് കൺട്രോൾ ചെയ്യുക. അതുപോലെ തന്നെ എക്കണോമിക് പവർ എന്ന് പറയുന്ന കുറച്ച് ആളുകളുടെ കൈകളിൽ മാത്രമായിരിക്കും. അപ്പം അത്തരം ആ ഒരു കോൺസെൻട്രേഷൻസ് കാര്യങ്ങൾ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ള ഒരു എയിമോട് കൂടിയിട്ടാണ് ഈ ഒരു MRTP ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ എന്താണ് ന്യൂ എക്കണോമിക് പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തു 1991. After liberalization in 1991, India adopted policies of liberalization, privatization and globalization. അപ്പോൾ LPG ആ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ പോളിസീസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ത്യ അഡോപ്റ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു MRTP ആക്ട് എന്ന് പറയുന്നത് ഔട്ട്ഡേറ്റഡ് ആയി. കാരണം അത് ആ ഒരു മോണോ പോളിസീസിന് കുറച്ചും കൂടെ റെസ്ട്രിക്ഷൻസ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോമ്പറ്റീഷൻ പ്രൊമോട്ട് ചെയ്യാന്നതിലുപരി MRTP ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ കൺട്രോൾ കാര്യങ്ങളായിരുന്നു. അപ്പോൾ ന്യൂ പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതോട് കൂടിയിട്ട് എന്താണ് MRTP ആക്ട് ഔട്ട്ഡേറ്റഡ് ആയി. ദെൻ രാഘവൻ കമ്മിറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കമ്മിറ്റി എന്താണ് MRTP ആക്ട് റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒരു മോഡേൺ കോമ്പറ്റീഷൻ ലോ ആണ് രാഘവൻ കമ്മിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് എന്താണ് കോമ്പറ്റീഷൻ പ്രൊമോട്ട് ചെയ്യുക, അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിൻ്റെ വെൽഫെയർ ഇംപ്രൂവ് ചെയ്യുക, എഫിഷ്യൻ്റ് ആയിട്ടുള്ള റിസോഴ്സസുകൾ. ഇതൊക്കെയായിരുന്നു ഈ ഒരു കമ്മിറ്റിയുടെ മെയിൻ സജഷൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് ആഫ്റ്റർ ദീസ് എന്താണ് ഈ ഒരു റെക്കമെൻഡേഷൻ്റെ ബേസിൽ 2002 കോമ്പറ്റീഷൻ ആക്ട് എന്ത് ചെയ്തു? ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ അവിടെ ഒരു ഫെയർ ആയുള്ള ഒരു കോമ്പറ്റീഷൻ പ്രൊമോട്ട് ചെയ്യാനും അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് കാര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ എന്താണ് കോമ്പറ്റീഷൻ ആക്ട് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു. ആൻഡ് ഹിസ്റ്റോറിക്കൽ ഷിഫ്റ്റ് ആണ് അതിൻ്റെ ഇവല്യൂഷൻ, കോമ്പറ്റീഷൻ ആക്ടിൻ്റെ ഇവല്യൂഷൻ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് നെക്സ്റ്റ് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. എക്സ്പ്ലെയിൻ ദി കോൺസെപ്റ്റ് ഓഫ് ആൻറ്റി കോമ്പറ്റേറ്റീവ് എഗ്രിമെൻറ്റ് അണ്ടർ ദി കോമ്പറ്റീഷൻ ആക്ട് 2002 ആണ് അല്ലേ. എന്താണ് ആൻറ്റി കോമ്പറ്റേറ്റീവ് എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അപ്പോൾ ആൻറ്റി കോമ്പറ്റേറ്റീവ് എഗ്രിമെൻറ്റ് മീൻസ് എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ബിസിനസ് ദാറ്റ് റെഡ്യൂസ്, റെസ്ട്രിക്റ്റ് ഓർ പ്രിവെൻറ്റ്സ് കോമ്പറ്റീഷൻ ഇൻ ദി മാർക്കറ്റ് ആണ്. അപ്പോൾ മാർക്കറ്റിലുള്ള കോമ്പറ്റീഷൻസ് അല്ലെ, മാർക്കറ്റിൽ ഉണ്ടാകുന്ന കോമ്പറ്റീഷൻസ് പ്രിവെൻറ്റ് ചെയ്യുക, റെസ്ട്രിക്റ്റ് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക. അപ്പോൾ അത്തരം എഗ്രിമെൻറ്റ്സ് ആണ് ആൻറ്റി കോമ്പറ്റേറ്റീവ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്ത് ചെയ്യുന്നുണ്ട്? റിസൾട്ടിങ് ഇൻ ഹാം ടു കൺസ്യൂമർ ആൻഡ് അതർ ബിസിനസ് ആണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുന്നുണ്ട്, ഇപ്പോൾ 2 കോമ്പറ്റേറ്റിംഗ് ഷോപ്സുകൾ എന്ത് ചെയ്യാണ്? അവർ ഒരു സെയിം ഹൈ പ്രൈസിന് ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യാമെന്നുള്ളൊരു മ്യൂച്വൽ എഗ്രിമെൻറ്റിൽ എത്താണ്. ആൻഡ് കസ്റ്റമേഴ്സ് വിൽ നോട്ട് ഗെറ്റ് ചീപ്പർ ഓപ്ഷൻ. അപ്പോൾ കസ്റ്റമേഴ്സിന് അവിടെ ചീപ്പർ ഓപ്ഷൻ ഒന്നും കിട്ടുന്നില്ല. 2 പേരും തീരുമാനം എടുത്തിട്ട് എന്താണ് ഹൈ പ്രൈസിന് അവിടെ സെല് ചെയ്യാണ്. അപ്പോൾ ഇതൊരു ആൻറ്റി കോമ്പറ്റേറ്റീവ് എഗ്രിമെൻറ്റ്സ് ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കോമ്പറ്റീഷൻ അവിടെ ഇല്ല,
കാരണം രണ്ടുപേരും അവർക്ക് രണ്ടുപേർക്കും ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരെന്താണ് ഒരു മ്യൂച്വൽ എഗ്രിമെന്റോട് കൂടിയിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ രണ്ട് രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. ഹൊറിസോണ്ടൽ എഗ്രിമെന്റ് സെക്ഷൻ 3 സബ്സെക്ഷൻ 3 ദിസ് എഗ്രിമെന്റ് ബിറ്റ്വീൻ കോമ്പറ്റീറ്റർ ഡൂയിങ് ദ സെയിം ബിസിനസ് ആണ്. സെയിം ബിസിനസ് ചെയ്യുന്ന കോമ്പറ്റീറ്റേഴ്സ് തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ് ഹൊറിസോണ്ടൽ എഗ്രിമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രണ്ട് മൊബൈൽ കമ്പനീസുകൾ എഗ്രി ചെയ്യാണ്, അതായത് അവർ വിൽക്കുന്ന ഫോണുകൾ സെയിം ഹൈ പ്രൈസിന് പ്രൊവൈഡ് ചെയ്യാമെന്നുള്ളത്. അപ്പൊ ആ ഒരു സെയിം മൊബൈൽ കമ്പനീസുകൾ തമ്മിൽ എന്ത് ചെയ്യാണ്, ഒരു എഗ്രിമെന്റ്സിൽ എത്തുന്നുണ്ട്. അതാണ് ഹൊറിസോണ്ടൽ എഗ്രിമെന്റ് ആയിട്ട് പറയുന്നത്. ആൻഡ് വെർട്ടിക്കൽ എഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഡിഫറെന്റ് ലെവൽസിലുള്ള ആളുകൾ, അതായത് ഇപ്പോൾ ഒരു മൊബൈൽ മാനുഫാക്ചർ എന്ത് ചെയ്യാണ്, റീറ്റെയിലറെ ഫോഴ്സ് ചെയ്യാണ് ടു സെൽ ഇറ്റ്സ് ഫോൺ ഓൺലി എ ഫിക്സഡ് പ്രൈസ്. ഒരു ഫിക്സഡ് പ്രൈസിൽ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ മതി എന്നുള്ളത് മാനുഫാക്ചർ എന്ത് ചെയ്യാണ്, റീറ്റെയിലിനെ ഫോഴ്സ് ചെയ്യുക. അതാണ് വെർട്ടിക്കൽ എഗ്രിമെന്റ്സ് ആയിട്ട് പറയുന്നത്. അപ്പം ഇതാണ് ആന്റി കോമ്പറ്റേറ്റീവ് എഗ്രിമെന്റിന്റെ രണ്ട് ടൈപ്സ് ആയിട്ട് പറയുന്നത്, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ. അപ്പൊ ആന്റി കോമ്പറ്റേറ്റീവ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ദാറ്റ് മീൻസ് എഗ്രിമെന്റ് ബിറ്റ്വീൻ ബിസിനസ് ദാറ്റ് റെഡ്യൂസ്, റെസ്ട്രിക്റ്റ് ഓർ പ്രിവെന്റ്സ് കോമ്പറ്റീഷൻ ഇൻ ദി മാർക്കറ്റ് ആണ്. ഓക്കെ, അപ്പൊ അതിന് എക്സാമ്പിൾ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു, അതിന്റെ ഡിഫറൻസ് ടൈപ്സ് നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി നെക്സ്റ്റ് നമുക്ക് അതിൽ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡിസ്ക്രൈബ് ദി 3 ടയേർഡ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ മെക്കാനിസം എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 ആണ്, ഇൻക്ലൂഡിംഗ് ദെയർ പിക്യുനറി ജൂറിസ്ഡിക്ഷൻ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ റൈറ്റ്സ് ആണ് അത് അഫോർഡബിൾ ആയുള്ള പ്രൈസിൽ കിട്ടുക, ഗുഡ് ക്വാളിറ്റിയിൽ കിട്ടുക എന്ന് പറയുന്നത്. ആൻഡ് എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അത് ലീഗലി മൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷന് ഈ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ 3 ടയർ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ സിസ്റ്റം അണ്ടർ ദി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് 3 ലെവലിലാണ് പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ ആണ്. അപ്പൊ ഇവിടെ എന്താണ്, എല്ലാ ഡിസ്ട്രിക്റ്റിലും എന്തുണ്ടായിരിക്കും, ഒരു ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ ഉണ്ടായിരിക്കും. അവിടെ എന്താണ്, ഒരു പ്രസിഡന്റ് ആൻഡ് മെമ്പർ ആയിരിക്കും അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വാല്യൂ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പെയ്ഡ് ആസ് കൺസിഡറേഷൻ ഡസ് നോട്ട് എക്സീഡ് 1 crore. അപ്പോൾ 1 കോടിയിൽ കൂടാതെ ഉള്ള ഗുഡ്സ് ആൻഡ് സർവീസസുമായിട്ട് ഡീൽ ചെയ്യുന്ന പ്രശ്നങ്ങളായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കാം, ഈ ഒരു ഡിസ്ട്രിക്ട് ലെവലിൽ ഡീൽ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ എന്താണ്, സ്റ്റേറ്റ് ലെവലിലാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഹെഡ് ചെയ്യുന്നത് റിട്ടയർഡ് ആയിട്ടുള്ള ഹൈക്കോടതി ജഡ്ജ് ആയിരിക്കും. അപ്പൊ ഇവിടെ കംപ്ലൈൻസ് വരുന്നത് വാല്യൂ മോർ ദാൻ 1 crore ബട്ട് ഡസ് നോട്ട് എക്സീഡ് 10 crore ആണ്. അപ്പോൾ 1 crore-ന്റെയും 10 crore-ന്റെയും ഇടയിലുള്ള വാല്യൂസ് വരുന്ന ഗുഡ്സ് ആൻഡ് സർവീസുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഏതെങ്കിലും ഇഷ്യൂസുകൾ ഉണ്ടെങ്കിൽ അത് അഡ്രസ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റേറ്റ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസലിലായിരിക്കും. ഓക്കെ, ഇനി ഇവിടെയും നമുക്ക് അവിടെ സൊല്യൂഷൻസ് കാര്യങ്ങൾ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്താണ്, ഹയസ്റ്റ് കൺസ്യൂമർ ഫോറം ആണ്, ന്യൂഡൽഹിയിലാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഹെഡ് ചെയ്യുന്നത് സുപ്രീം കോടതി ജഡ്ജ്, റിട്ടയർഡ് ആയിട്ടുള്ള സുപ്രീം കോടതി ജഡ്ജ് അല്ലെങ്കിൽ ഫോമർ ചീഫ് ജസ്റ്റിസ് ഓഫ് ഹൈക്കോർട്ട് ആയിരിക്കും. അപ്പൊ ഇവിടെ കേൾക്കുന്ന കംപ്ലൈൻസ് എന്ന് പറയുന്നത് എക്സീഡ് 10 crore ആണ്. 10 crore-ന് കൂടുതലുള്ള എമൗണ്ട് വരുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ കംപ്ലൈൻസ് കാര്യങ്ങളാണ് ഈ ഒരു നാഷണൽ ലെവലിൽ അവർ കേൾക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, ആൻഡ് അപ്പീൽ ഓൺ ക്വസ്റ്റ്യൻ ഓഫ് ലോ ക്യാൻ ബി മെയ്ഡ് ടു ദി സുപ്രീം കോർട്ട്. നമുക്ക് അപ്പീൽസിന് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, അവിടെ സുപ്രീം കോടതിയിൽ നമുക്ക് പോവാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ആ ഒരു 3 ടയർ ആയിട്ട് നമുക്ക് പറയുന്ന ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റേറ്റ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ ആൻഡ് നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ. അങ്ങനെ 3 ടയർ ആയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ കംപ്ലൈൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ലീഗലി മൂവ് ചെയ്യാൻ സാധിക്കുന്നത്. ക്ലിയർ ആണല്ലോ. ആൻഡ് നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളൊരു ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്, അനലൈസ് ദി റോൾ ഓഫ് ദി സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി ആൻഡ് ഡിസ്കസ് ദി ന്യൂ പ്രൊവിഷൻ റിഗാർഡിംഗ് ഇ കൊമേഴ്സ് ഇൻ ദി 2019 ആക്ട് ആണ്. എന്താണ് CCPA? Central Consumer Protection Authority was established under the Consumer Protection Act.
കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 പ്രകാരമാണ് ഈ ഒരു സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇതിന്റെ പവർ എന്ന് പറയുന്നത് എന്താണ്? ഇൻവെസ്റ്റിഗേറ്റ്സ് എ വയലേഷൻ ഓഫ് കൺസ്യൂമർ റൈറ്റ്സ് ആൻഡ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ആണ്. അപ്പൊ മാർക്കറ്റ്സിൽ ഉണ്ടാവുന്ന അൺഫെയർ ആയുള്ള ട്രേഡ് പ്രാക്ടീസസുകൾ, അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിന്റെ റൈറ്റ്സുകൾ വയലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ളൊരു റൈറ്റ് ആർക്കുണ്ട്? സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിക്കുണ്ട്. ആൻഡ് അൺസേഫ് ആയുള്ള ഗുഡ്സ് റീകോൾ ചെയ്യാനുള്ള ഓർഡർ ഇടുക, അതുപോലെ തന്നെ അൺസേഫ് ആയുള്ള സർവീസസുകൾ സ്റ്റോപ്പ് ചെയ്യുക, ആൻഡ് റീഫണ്ട് കാര്യങ്ങളൊക്കെ എന്താണ് ഡയറക്റ്റ് ചെയ്യുക. ഇത്തരം ആക്ടിവിറ്റീസുകളൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഈ ഒരു CCPA പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് CCPA can also take an action against misleading advertisement. ഇപ്പോൾ അഡ്വർടൈസ്മെന്റ് മിസ്ലീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആക്ഷൻസ് എടുക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ it may impose a penalty of up to 10 lakh for the first offense and up to 50 lakh for repeated offense ആണ്. അപ്പോൾ ഫസ്റ്റ് ടൈം അത്തരത്തിലൊരു ഒഫൻസ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ പെനാൽറ്റി ആയിട്ട് 10 lakh rupees കൊടുക്കാം. ആൻഡ് ഇനിയും അത് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? അപ് ടു 15 lakh വരെയാണ് പെനാൽറ്റി കാര്യങ്ങൾ പറയുന്നത്. ആൻഡ് ഇറ്റ് ഓൾസോ പ്രൊഹിബിറ്റ് എൻഡോഴ്സർ ഓർ സെലിബ്രിറ്റീസ് ഫ്രം പ്രൊമോട്ടിംഗ് പ്രൊഡക്റ്റ് ഫോർ ദ അപ് ടു 3 years. ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും സെലിബ്രിറ്റീസ് കാര്യങ്ങളൊക്കെ ഇത്തരം പ്രൊഡക്ട്സുകൾ പ്രൊമോട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു CCPA പ്രൊഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി കൊമേഴ്സ് പ്രൊവിഷൻസ് ആണ്. അതായത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 ഒരുപാട് റൂൾസ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഓൺലൈൻ ഷോപ്പിംഗ് പ്ലാറ്റ്ഫോമിനെ റെഗുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ. അപ്പം നമ്മളെല്ലാവരും കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യാറുണ്ട്. ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് എന്താണ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ അവർ ഫോളോ ചെയ്യേണ്ട, ഇപ്പോൾ ഈ ഒരു കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ ഫോളോ ചെയ്യേണ്ട ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറയുന്നുണ്ട്. ഒന്ന് പറയുന്നത് ട്രാൻസ്പെറൻസി ആണ്. കൊമേഴ്സ് എൻറ്റൈറ്റിൽ മസ്റ്റ് പ്രൊവൈഡ് ക്ലിയർ ഇൻഫർമേഷൻ റിഗാർഡിംഗ് സെല്ലേഴ്സ് പ്രൈസ്, അതുപോലെ തന്നെ റിട്ടേൺ ആൻഡ് റീഫണ്ട് പോളിസീസ് ആണ്. ഇപ്പോൾ റീഫണ്ട് റിട്ടേൺ പോളിസീസുകളൊക്കെ കൃത്യമായിട്ട് എൻഷുവർ ചെയ്യുക. ആൻഡ് എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസുകൾ ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യണം. ആൻഡ് ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസംസ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ആ ഒരു ട്രാൻസ്പെറൻസിയുടെ കേസ് പറയുന്നുണ്ട്. ദെൻ അൺഫെയർ ട്രേഡ് പ്രാക്ടീസ് അല്ലെങ്കിൽ അൺഫെയർ പ്രാക്ടീസുകൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഹിബിറ്റഡ് ആണ്. ഓൺലൈൻ പ്ലാറ്റ്ഫോം ആർ പ്രൊഹിബിറ്റഡ് ഫ്രം മാനിപ്പുലേറ്റിംഗ് പ്രൈസസ്, adopting unfair trade practices or discriminating between consumers. And they must obtain the consumer's explicit consent before a purchase, and pre-ticketed checkbooks are not allowed. അപ്പോൾ ആ ഒരു അൺഫെയർ ആയുള്ള പ്രാക്ടീസസ് കാര്യങ്ങളൊക്കെ മസ്റ്റായിട്ടും കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾ പ്രിവെൻറ്റ് ചെയ്തിരിക്കണം. ആൻഡ് ഗ്രീവൻസ് റിഡ്രസൽ ആണ്. എവറി കൊമേഴ്സ് എൻറ്റിറ്റി മസ്റ്റ് അപ്പോയിന്റ് എ grievance officer who must acknowledge consumer complaints within 48 hours and resolve them with 1 month ആണ്. അപ്പോൾ 1 monthനുള്ളിൽ ആ ഒരു കംപ്ലൈൻറ്റ്സ് കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ 1 monthനുള്ളിൽ അത് എന്ത് ചെയ്തിരിക്കണം? റിസോൾവ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതാണ് കൊമേഴ്സ് പ്രൊവിഷൻസ് ആയിട്ട് പറയുന്നത്. ട്രാൻസ്പെറൻസി, അതുപോലെ തന്നെ അൺഫെയർ പ്രാക്ടീസസ് ആൻഡ് ഗ്രീവൻസ് റിഡ്രസൽ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ് സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി ആൻഡ് അതിൻ്റെ അതുപോലെ തന്നെ അവരുടെ അതോറിറ്റി ആൻഡ് റൂൾസ്, അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഓർഡേഴ്സുകൾ, റൈറ്റ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്തു. ആൻഡ് കൊമേഴ്സ് പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ബിസിനസ് ലോ എന്ന് പറയുന്ന പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അതെല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? അറിയിക്കുക. അപ്പോൾ നമ്മുടെ ലൈവ് സെഷൻസ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ കാണണം. അതിൻ്റെ ഫീഡ്ബാക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ നിങ്ങളുടെ എക്സാംസ് കാര്യങ്ങളൊക്കെ ഈ ഒരു ലൈവ് സെഷൻസ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും നമുക്ക് എന്താണ് എക്സാംസ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രോപ്പറായിട്ട് ലൈവ് സെഷൻസ് കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് എക്സാം ആണ് ഈ ഒരു ബിസിനസ് ലോ എന്ന് പറയുന്ന എക്സാം. അപ്പോൾ അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റട്ടെ. ഓക്കെ, അപ്പോൾ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.